രചന ബഷീർ ബച്ചി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. ഭൂമിയുടെ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ വില്ലേജ് ഓഫീസിൽ പോയത്. വില്ലേജ് ഓഫീസറുടെ മുഖത്ത് നോക്കിയതും ഞാൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. ആമിനെയല്ലേ അത്? തൻ്റെ കൂടെ 8ലും 9ലും പഠിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ആമി. സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അരികിലുള്ള വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആർത്തലച്ച് കരയുന്ന മങ്ങിയ യൂണിഫോം ഇട്ട് കറുത്തു മിനിഞ്ഞൊരു പെൺകുട്ടിയുടെ മുഖം മനസ്സിലൂടെ കടന്നുപോയി. മോഷ്ടിക്കാതെ മോഷണക്കുറ്റം ചാർത്തപ്പെട്ടവൾ. 8ാം ക്ലാസ്സിൽ ആദ്യ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോഴായിരുന്നു ആദ്യമായി ഞാൻ അവളെ കണ്ടത്. ബാക്ക് ബെഞ്ചിൽ ധന്യയും അവളും ഫാത്തിമയും. പിന്നെ പിന്നെ അവളോട് കൂട്ടായി. ആമിന പാലക്കാടായിരുന്നുത്രേ. അവൾക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ ഏതോ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ധന്യയും ഫാത്തിമയും അല്ലാതെ മറ്റുള്ള പെൺകുട്ടികളൊന്നും അവളോട് കൂട്ടുകൂടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ ഞാനത് അവളോട് വെറുതെ ചോദിച്ചു, ഞാൻ കറുത്തിട്ടല്ലേ, അതാവും. അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മറ്റുള്ളവർ അവൾ അവഗണിക്കുകയാണെന്ന് എനിക്ക് താമസിയാതെ മനസ്സിലായി. എങ്കിലും ആമിന എൻ്റെ ഉറ്റ കൂട്ടുകാരിയായി മാറിയിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പേരറിയാത്തൊരു ഇഷ്ടവും. പഠനത്തിൽ മിടുക്കിയായിരുന്നവൾ. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നു അവൾ തന്നെയായിരുന്നു. അതിൻ്റെ കുശുമ്പും ദേഷ്യവും മുൻബെഞ്ചിലുണ്ടായിരുന്ന ക്ലാസ്സിലെ പഠിപ്പിസ്റ്റായിരുന്ന ആയിഷക്കുണ്ടായിരുന്നു. ആ നാട്ടിലെ പൗരപ്രമുഖനും മഹല്ല് പ്രസിഡന്റുമായ മൂസഹാജിയുടെ ഏക മകൾ. അതിൻ്റെ അഹങ്കാരവും. 9ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും അവൾക്ക് ഫുൾ മാർക്ക് കിട്ടിയതോടെ ആയിഷയ്ക്ക് അവളോടുള്ള വൈരം മൂർച്ഛിച്ചു. പിറ്റേന്ന് ഇന്റർവെൽ സമയം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ആയിഷ അവളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ചെയിന് കാണാനില്ലെന്ന് ടീച്ചറോട് പരാതി പറഞ്ഞത്. അവൾ ബാഗിൽ വെച്ചതായിരുന്നത്രേ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ ബാഗെല്ലാം പരിശോധിച്ചു. ആമിനയുടെ ബാഗിൽ നിന്നും ചെയിൻ കണ്ടെടുത്തു. അവൾ ഞെട്ടിയാകെ വിളറി വെളുത്തു. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. അവൾ കരച്ചിലോടെ കൈകൂപ്പി. ആയിഷയുടെ കൂടെയുള്ള കൂട്ടുകാരികളും അവൾക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞോടെ കുറ്റം അവളുടെ തലയിൽ ചാർത്തപ്പെട്ടു. അവളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ ഞാൻ മുഖം തിരിച്ചു. ആമിനയെ ടീച്ചർ ഹെഡ് മാസ്റ്ററുടെ അടുക്കളയിൽ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിയോടി ആൽമരത്തിന് ചുവട്ടിൽ നിന്ന് ആർത്തലച്ച് കരയുന്ന കണ്ടതോടെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. കൂടെ എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന റാഫിയും ധന്യയും ഫാത്തിമയും അവളുടെ അടുക്കിലേക്ക് ചെന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ നിരപരാധിത്വം ചെവിക്കൊള്ളാൻ ടീച്ചറും തയ്യാറായില്ല. അവളൊരു നല്ല പഠിപ്പുള്ള കുട്ടിയാണെന്നുള്ള പരിഗണന പോലും നൽകിയില്ല. ചെയിൻ കിട്ടിയെങ്കിലും ഒരു കള്ളിയായി ആ സ്കൂളിൽ തുടരാൻ അവൾക്കിനി താല്പര്യമില്ലായിരുന്നു. പിറ്റേന്ന് മുതൽ അവൾ ക്ലാസ്സിൽ വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് അവളും ഉമ്മയും കൂടെ സ്കൂളിൽ വന്ന് അവളുടെ TC വാങ്ങി. ഞങ്ങളോട് കണ്ണീരോട് അവൾ യാത്ര പറഞ്ഞു. അവൾ പാലക്കാടേക്ക് തന്നെ തിരിച്ചു പോവുകയാണത്രേ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കുറച്ച് സമയം എൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. പിന്നെ പതിയെ ഉമ്മയോടൊപ്പം നടന്നുപോയി. പിന്നെ 12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് ആമിനെ കാണുന്നത്. അതും വില്ലേജ് ഓഫീസറുടെ കസേരയിൽ. കുറച്ച് തടിയും ഭംഗിയും വെച്ചിട്ടുണ്ടവൾ. ആമി, ഞാൻ വിളിച്ചതും അവൾ ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ആ കണ്ണുകളിൽ സന്തോഷം വിടരുന്നു, കണ്ണുകൾ നിറയുന്നു ഞാൻ കണ്ടു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ബച്ചി നീ? ഓ, എന്നെ മറന്നില്ലല്ലോ, ഭാഗ്യം. ബച്ചി എനിക്ക് മറക്കാൻ കഴിയോ? അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നെയും കൂട്ടി പുറത്തിറങ്ങി. വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി. ഞാൻ വൈകുന്നേരം വിളിക്കാം, കുറേ സംസാരിക്കാനുണ്ട്, അവൾ പറഞ്ഞു. പിന്നെ അപേക്ഷ അവളുടെ കയ്യിൽ കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. വൈകുന്നേരം അവൾ എന്നെ വിളിച്ചു. നീ ഇപ്പോൾ എവിടെയാ? ടൗണിൽ തന്നെ ഉണ്ട്. എന്നാ നീ ഓഫീസ് വരെ ഒന്ന് വരുമോ? അതിനെന്താ, ഞാനിപ്പോൾ തന്നെ വരാം. അവളെയും കൊണ്ട് ഞാൻ ടൗണിൽ തന്നെയുള്ള ഒരു പാർക്കിൽ പോയിരുന്നു. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഹസിനെ കുറിച്ചും കുട്ടികളെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു. കല്യാണം നോക്കിയില്ല, എന്തോ അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. 27 വയസ്സായില്ലേ, ഇനിയും? ബച്ചി കല്യാണം കഴിച്ചോ? ഇല്ല, നോക്കുന്നുണ്ട്, ശരിയായിട്ടില്ല. നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണേ നോക്കിക്കോ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് തലതാഴ്ത്തി. ധന്യയും ഫാത്തിമയും കാണാറുണ്ടോ? ആ, വല്ലപ്പോഴും. അവരെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയില്ലേ, ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ കാണാം. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഇപ്പം അതിലുണ്ട് മിക്കവരും. ആയിഷ? അവളെൻ്റെ മുഖത്തേക്ക് നോക്കി. നീ പോയ ശേഷം അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടീച്ചറോടും ക്ലാസ്സിലുള്ള മറ്റെല്ലാവരോടും അവൾ തന്നെ കുറ്റം ഏറ്റു പറഞ്ഞു. പിന്നെ സ്കൂളിൽ വരാതെയായി. മെൻ്റലി കുറേ പ്രശ്നങ്ങൾ. പിന്നെ കുറേ കൗൺസിലൊക്കെ നടത്തിയ ആൾ നോർമലായത്. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ദൂരെയെങ്കിലും നോക്കി നിൽക്കുന്നവൾ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ആമി? ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. അവളിപ്പോൾ എവിടെയാ? നാട്ടിലുള്ള ഒരാൾ തന്നെ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് വാട്സാപ്പ് ചാറ്റ് വന്ന് നിന്നെ മാത്രമേ ചോദിക്കാറുള്ളൂ. നിന്റെ മനസ്സിന് മാപ്പ് കൊടുക്കാൻ സമയമായെങ്കിൽ നമുക്ക് അവളെ പോയിട്ടൊന്ന് കാണാം. അവളുടെ വീട്ടിൽ ചെന്നെല്ലാം വിളിച്ചു പറഞ്ഞ് എൻ്റെ നിരപരാധിത്വം ഈ ലോകത്തോട് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നു.
പക്ഷെ അവൾ തന്നെ എല്ലാം പറഞ്ഞോടെ എൻ്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്ന ദേഷ്യവും പകയും ഇപ്പം മാറി പച്ചി. സൺഡേ അവിടെ വരെ പോവാം നമുക്ക്. അത് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. ഞായറാഴ്ച ഒരു 10 മണിയോടെ ഞാൻ അവളെയും കൊണ്ട് ആയിഷയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവൾ സ്വന്തം വീട്ടിലാണ്. ആമിനയെ കണ്ടതോടെ ആയിഷ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ കാൽക്കിലേക്ക് വീണു. ആമിന അവളെ വട്ടം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. 12 വർഷങ്ങൾ അവൾ അനുഭവിച്ച കുറ്റബോധം അവൾ കരഞ്ഞു തീർത്തു. ആമിനയും കരയുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരു ദേഷ്യമില്ലടി. അവൾ ആയിഷയെ ചേർത്ത് പിടിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് ഉച്ചവരെ ആയിഷയുടെ വീട്ടിൽ കൂടി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ആമിന, ഇറങ്ങാൻ നേരം ആയിഷ അവൾ വിളിച്ചു. നീ എന്തെങ്കിലും വരുമെന്ന് കരുതിയാ അവൻ കല്യാണം നീട്ടിക്കൊണ്ടുപോകുന്നു. ഇത്രയും കാലം അവൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. പരസ്പരം ഇനിയെങ്കിലും ആ മനസ്സൊന്ന് തുറന്നൂടെ. ഞാൻ മെല്ലെ തലതാഴ്ത്തി മുമ്പോട്ട് നടന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളെ കാത്തിരുന്നു. അവളൊന്നും മിണ്ടാതെ പുറകിൽ വന്നിരുന്നു. പിന്നെ അവൾ അവളുടെ മുഖം എൻ്റെ ചുമലിൽ അമർത്തി. അവളുടെ കൈകൾ എൻ്റെ വയറിലേക്ക് ചേർത്ത് പിടിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മുഖത്ത് പുഞ്ചിരിയും വിടർന്നിരുന്നു. ഞാൻ അവളെയും കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് യാത്ര ആരംഭിച്ചു. ഒരിക്കലും അവസാനിക്കാത്ത, മരണത്തിന് മാത്രം വേർപിരിയാൻ കഴിയുന്ന ഒരു മനോഹരമായ യാത്ര.